നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്നും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇസ്രയേലിലെ ജെറുസലേം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന്. അപ്പൊ ഇതിന് കുറച്ച് ദൂരെയായിട്ട് റിഷോൺ ലെറ്റ്സിയോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന, സ്ഥിരം കാണുന്ന, നമ്മളെ വളരെ ഇഷ്ടമൊക്കെയുള്ള കുറച്ച് ചേട്ടന്മാര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്ന് വന്ന് കണ്ടോട്ടെ, വീഡിയോ ഒക്കെ കാണുന്നതാണ്, ഇഷ്ടമാണ്, ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ ചേട്ടാ, സന്തോഷമേ ഉള്ളൂ, വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 9 ചേട്ടന്മാര് ഇന്നലെ ലീവ് എടുത്തിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്ര ദൂരത്തു നിന്നാണ് കേട്ടോ വന്നത്. അപ്പൊ ഞാൻ അവരെ മീറ്റ് ചെയ്യാനായിട്ട് പോയി. വളരെ സന്തോഷം. നമ്മള് കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ജൂലിയുടെ കാര്യമൊക്കെ സംസാരിച്ചു. വന്നിട്ട് വെറും 3-4 മാസം ഒറ്റ ആയിട്ടുള്ളൂ അവര്. അപ്പൊ സംസാരിച്ചതിലധികവും പൊളിറ്റിക്സ് തന്നെയാണ് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പൊ പൊളിറ്റിക്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തില് തൃശ്ശൂർ ചാവക്കാടുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എന്റെ അടുത്ത് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയാണ്, ഇവിടെ വന്നിട്ട് 3-4 മാസമായുള്ളൂ, വരാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തില് എനിക്ക് ഭയങ്കര ഭീതികരമായ ഒരു കാര്യം ഉണ്ടായി കേട്ടോ. അതായത് ചേട്ടൻ നാട്ടില് ടൈലിന്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ വളരെ ചെറുപ്പം തൊട്ട് RSSന്റെ ശാഖയിലൊക്കെ പോകുന്നതാണ്, ബാലശാഖയിലൊക്കെ പോകുന്നതാണ്. RSSന്റെ മുഖ്യ ശക്തിയായിരുന്നു. അങ്ങനെ ചേട്ടൻ കല്യാണം കഴിച്ചു, 2 മക്കളുണ്ട്, വലിയ 2 മക്കളൊക്കെയാണ്. അപ്പോ ചേട്ടൻ ഈ ടൈലിന്റെ പണിക്കും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ പണ്ട് തൊട്ടേ രാഖി കയ്യില് കിട്ടും. അതുപോലെ തന്നെ കുറി വിട്ട് രാഖിയൊക്കെ കയ്യിലൊക്കെ കെട്ടിക്കൊണ്ടാ പോകുന്നത്. ഒരു മാറ്റം പറയാണ്. ഇത്ര വർഷമായിട്ടും അതിലൊരു മാറ്റവും ഇല്ല. നല്ല രീതിയിൽ ജോലി ചെയ്തു, കുടുംബമൊക്കെ പോറ്റുന്നു, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഈ അടുത്ത ഒരു 3-4 വർഷമായിട്ട് കയ്യില് രാഖി കെട്ടിയതിന്റെ പേരിലും നെറ്റിയിൽ കുറിയിടുന്നതിന്റെ പേരിലും ചേട്ടന് ജോലി ആരും കൊടുക്കുന്നില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിനിപ്പോ എന്താ കുഴപ്പം? കയ്യില് രാഖി കെട്ടിയാലോ നെറ്റിയിൽ കുറിയിട്ടാലോ ഇപ്പൊ ജോലിക്ക് എന്താ പ്രശ്നം വരുന്നത്? അതായത് പേഴ്സണലി തന്നെ ഞാൻ പറയാം, മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാരുടെ വീട്ടിൽ ചെല്ലുമ്പോ അവര് പറയാണ്, രാഖി കെട്ടിയ ആള് കയ്യില് ചരടുള്ളവരെയും കുറിയിട്ടവരെയും ഒന്നും ഞങ്ങളുടെ വീട്ടിൽ പണിക്കെടുക്കില്ലാന്ന്. അപ്പോ ഇതിന്റെ കോൺട്രാക്ടർ ആയിരിക്കുന്ന ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് കേട്ടോ പുള്ളി പറഞ്ഞത്. ബെന്നിച്ചേട്ടൻ വന്നിട്ട് പറയാണ്, മോനേടാ, നീ ഇനി മുതൽ ജോലിക്ക് വരുമ്പം കയ്യില് രാഖി ഒന്നും കെട്ടരുത്, കുറിയൊന്നും ഇടരുത്. നീ ഇവിടെ കുറിയൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടൂല കേട്ടോന്ന്. ചേട്ടൻ പറഞ്ഞെന്ന്, ഇത്ര വർഷമായിട്ട് ഇങ്ങനെയല്ലേ ചേട്ടാ, ഞാൻ ബാലശാഖയിൽ തൊട്ട് പോയിട്ട് വന്നതാണ്. ഞാൻ കയ്യിലൊരു രാഖി കെട്ടിയത് കൊണ്ടോ എന്റെ നെറ്റിയിലൊരു കുറി ഇട്ടത് കൊണ്ടോ വീടിന്റെ പണിയിൽ എന്തെങ്കിലും മോശം സംഭവിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാം, കുറെ പേര് ഇങ്ങനെ പറയലുണ്ട്, ഇങ്ങനെയുള്ളവര് ജോലിക്ക് വേണ്ട, ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ മാത്രം ഞങ്ങൾ ഇവിടെ ജോലിക്ക് നിർത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ ചേട്ടനും മറ്റേ ഒരു സാധനം കയറി. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലി വേണ്ട എന്നും പറഞ്ഞിട്ട് ചേട്ടൻ വീട്ടിൽ പോയി. വൈഫ് പോയി ചോദിച്ചു, നിന്നെന്താ ജോലിയില്ലേ? ഇല്ല, ഞാൻ രാഖി കെട്ടിയത് കൊണ്ടും നെറ്റിയിൽ എന്റെ കുറിയുള്ളതുകൊണ്ട് എനിക്ക് ഒരു ജോലി ആയിരുന്നില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഈ ഹിന്ദുക്കളുടെ വീട്ടിൽ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് ജോലിക്കൊന്നും പോകാനൊന്നും പറ്റുമൊന്നുമില്ല നാട്ടില്. ജോലിയാണ്, നമുക്ക് പൊളിറ്റിക്സ് വേറെ, മതം വേറെ, ഇതൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും സാമൂഹ്യ ജീവികളാണ്. പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ കഴിയണം. നാളെ നമ്മളൊരു അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഓടിക്കൂടുന്ന ജനങ്ങളിൽ ഏത് മതവിഭാഗമാണ് നമ്മളെ രക്ഷിക്കുന്നത്? നിങ്ങൾ എന്നെ രക്ഷിക്കേണ്ട എന്നൊന്നും നമ്മൾ പറയില്ലല്ലോ അല്ലെ? എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്. എല്ലാ മതവിഭാഗങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തുന്നവരൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ചിന്താഗതി വന്നതുകൊണ്ട് ഒരുപാട് മാറ്റമുണ്ടായി. ഇപ്പൊ ഈ ചേട്ടൻ ചെയ്ത് എന്താന്ന് പറയും, കുറെ നാളെ ആദർശമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വീട്ടില് കഞ്ഞി വെക്കണമല്ലോ, അടുപ്പ് പുകയണമല്ലോ, മക്കളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. ചേട്ടൻ എന്താ മനസ്സില്ലാ മനസ്സുകൊണ്ടുകൂടി ഈ ചരട് അങ്ങോട്ട് കട്ട് ചെയ്തു. എന്നിട്ട് കുറിയൊന്നും ഇടാണ്ട് ജോലിക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നോ ചേട്ടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എത്ര വർഷമായി മോൾ ഇസ്രയേലില്? അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ 6 വർഷം. നാട്ടിലെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോ അറിയാൻ പറ്റും. തീവ്ര മത ചിന്താഗതികൾ എല്ലാവരുടെ ഉള്ളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറിയിട്ടവനും കയ്യിൽ ചരടിട്ടവനും കാവ്യമുണ്ട് ധരിക്കുന്നവനും ഒന്നും നാട്ടില് വേറെ മതവിഭാഗക്കാര് ജോലിയൊന്നും കൊടുക്കുന്നില്ല എന്ന് കേട്ടോ. വളരെ സങ്കടം തോന്നി, ഭയങ്കര വിഷമം. എന്താ ഇവരൊക്കെ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ചിന്തിച്ചു നോക്കി കേട്ടോ. അതായത് കുറിയിട്ടാൽ സംഘി, കാവ്യമുണ്ടുടുത്താൽ സംഘി, കയ്യിൽ ചരട് കെട്ടിയാൽ സംഘി, സത്യം പറഞ്ഞാൽ സംഘി, ചോദ്യം ചെയ്താൽ സംഘി, മൊത്തം സംഘിമയം, സംഘിമയമേ സംഘിമയം. എന്താണല്ലേ ഇത്? ഈ കാവ്യമുണ്ടുടുക്കുന്നതിന്റെ പ്രത്യേകത അറിയാം. ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ട് ചാർത്തപ്പെട്ടു കൊടുത്തേക്കുന്നതല്ല കാവ്യമുണ്ട് എന്ന് പറയുന്നത്. ഈ കാവ്യമുണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ നോർമൽ വെള്ളമുണ്ടും കാവ്യമുണ്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുക കേട്ടോ, അല്ലെ? അപ്പോ
ഇത് നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ലുങ്കികൾ കള്ളിമുണ്ടൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മളെ വീട്ടിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ആരെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്നിട്ട് നമുക്കൊന്ന് അപ്പുറം വരെ പോയിട്ട് വരാം, അവിടെ ഒരു അല്ലെങ്കിൽ അടിയന്തരം നടക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മുണ്ടൊന്ന് മാറ്റടാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ട് വെള്ള മുണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാന്റ് ഇട്ടിട്ട് ഇച്ചിരി ദൂരമൊക്കെ ആണെങ്കിൽ പോകും. പക്ഷെ കാവിമുണ്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മുണ്ട് എടുത്തിട്ട് എവിടെ വേണേലും പോവാം. ട്രെയിനിൽ യാത്ര ചെയ്യണോ പോവാം, ബസ്സിൽ യാത്ര ചെയ്യണോ പോവാം, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യണോ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഇത് മാറ്റി വെക്കേണ്ടെന്ന ഇതല്ല, ഒരു സംസ്കാരത്തിന്റെ ഭാഗം, ഒരു നല്ല ഭംഗിയൊക്കെയുള്ള ഒരു ഒരു അച്ചടക്കമൊക്കെയുള്ള ഒരു സംഭവമാണ്. അത് ഇന്ന മതവിഭാഗത്തിന് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നുമല്ല. ഈ കാവിമുണ്ട് കമ്പനിക്കാർ ഇത് ഇന്ന മതവിഭാഗത്തിന്റെ മാത്രം മുണ്ടാണെന്നും പറഞ്ഞിട്ട് പരസ്യമൊന്നും കൊടുത്തിട്ടല്ല, അത് ആർക്കും ഉപയോഗിക്കാം കേട്ടോ. ഈ കാവിമുണ്ട് ഉടുത്തവര് സംഖ്യകളായിട്ട് മുദ്രയൊന്നും കുത്തുന്നത് അത്ര ശരിയൊന്നും അല്ല കേട്ടോ. പിന്നെ അപ്പൊ ആ 9 ചേട്ടന്മാർ എന്റെ കൂടെ വന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ കോൺഗ്രസ് അനുഭാവികൾ ഉണ്ടായിരുന്നു. നല്ല കോൺഗ്രസ് ആയിട്ട് അനുഭാവികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പാർട്ടിയൊക്കെ മാറി BJP അനുഭാവികളായി. അതിന്റെ കാരണം അവരെന്തുകൊണ്ടാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ആ ചേട്ടൻ പറയുകയാണ്, ആ ചേട്ടന്റെ വളരെ ചെറുപ്പം തൊട്ട് ഹൈന്ദവ കുടുംബമാണ്. അപ്പോ അവര് വളരെ ചെറുപ്പം തൊട്ട് പിന്നെ വിളക്ക് കത്തിക്കുകയും അവരുടെ വീട്ടിനോട് ചേർന്നിട്ട് ചെറിയ ഒരു പിന്നെ അമ്പലം ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുടുംബക്ഷേത്രമാണ്. അപ്പൊ രാവിലെ അവിടെ പൂജയും ഇതൊക്കെ ഉണ്ട്. അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും. മക്കളൊക്കെ ഈ പിന്നെ വന്നിട്ട് സന്ധ്യാനാമം ഒക്കെ ചൊല്ലലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് തന്നെ കയ്യിൽ എന്തോ പണ്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നിങ്ങൾ ബസ്സിലെ ഡ്രൈവർമാരെയൊക്കെ കണ്ടില്ലേ, എപ്പോഴും കയ്യിൽ ഇങ്ങനെ ചരടൊക്കെ പിന്നെ കെട്ടി ഇങ്ങനെ കുറിയൊക്കെ തൊട്ടിട്ടാണ് നടക്കുന്നത്. ഒരു പ്രത്യേക ഐശ്വര്യല്ലേ അവരെ കാണാനൊക്കെ. ഈ ചേട്ടൻ പറയാണ്, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്, കയ്യിൽ ചരട് കിട്ടും, കുറിയൊക്കെ ഇടും, എന്നിട്ട് ജോലിക്ക് പോകും. എനിക്ക് BJP അനുഭാവത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, നമ്മുടെ ഹൈന്ദവ സംസ്കാരം ആയതുകൊണ്ട് ഹൈന്ദവ സംസ്കാരം ഇഷ്ടമാണ്. പിന്നെ കുറി ഇടുന്നതിന് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ, ആൺകുട്ടികൾക്കായാലും കുറി ഇടുന്നതും ഒക്കെ ഒരു ഭയങ്കര രസമാണല്ലോ. അപ്പോ അതുകൊണ്ട് ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് ജോലിയിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇവരെ വേണ്ട, ഇവരെ ഇവിടെ ഇതെടുക്കുന്നില്ല, ഒരു കുറി ഇട്ടത് കൊണ്ടും ഇതൊന്നുമില്ല. അപ്പൊ ആ കൂടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട്, കോൺഗ്രസ് അനുഭവം, കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പോകുമ്പോ പോലും കുറിയിട്ടത് കൊണ്ടും പിന്നെ ചരട് കെട്ടിയത് കൊണ്ടും ഇവനെ പണിക്കെടുക്കണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നു എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഷോക്കിങ്. ഇത്ര അധപ്പതിച്ചു പോയോ നമ്മുടെ നാട്? ഇങ്ങനെ ഒരു ചിന്താഗതിയിലാണോ നമ്മുടെ നാട് നിൽക്കേണ്ടത്? ജാതിഭേദം മതഭേദമന്യേ എത്ര സന്തോഷത്തോടു കൂടിയാ നമ്മള് കഴിഞ്ഞോണ്ടിരുന്നെ. എങ്ങനെയാണ് എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ ഇത്രയൊക്കെ മാറ്റം വന്നു പോയതല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? ഇപ്പൊ എന്റെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഞാൻ അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല അവിടെ ചേട്ടന്മാർക്ക് പണി കൊടുക്കുന്നത്. ഒരിക്കലും ഇല്ല. എന്തോരം ചേട്ടന്മാരാ വീട്ടില് പണിയെടുക്കാൻ വരുന്നത്. എന്തോരം പേരാ വരുന്നതെന്നറിയോ? പലതരത്തിൽ പെയിന്റിങ് പണി നടക്കുന്നുണ്ട്. പിന്നെ മറ്റേ ചെറിയ തറ കെട്ടല് തൊട്ടിട്ട് എന്തോരം ചേട്ടന്മാർ അവിടെ അവരുടെ രാഷ്ട്രീയമോ മതമോ ഒക്കെ നോക്കാൻ നമ്മൾ പാടുണ്ടോ? ആ സമയത്ത് അതുങ്ങൾക്ക് ഒരു ജോലി ആയിക്കോട്ടെ എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അവരുടെ കുടുംബം ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടല്ലേ കഴിഞ്ഞു പോകുന്നത്. നമ്മൾ അവിടെ മതമോ ഇതൊക്കെ നോക്കാനുണ്ടോ? എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് മജിദിക്ക ഉണ്ട്. മജിദിക്കയുടെ കടയിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അവിടെ നമ്മൾ മതം നോക്കാറുണ്ടോ? നമ്മൾ പ്രധാനപ്പെട്ട ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, ഹിന്ദുക്കൾ അങ്ങനെ മതം നോക്കില്ല കേട്ടോ. ഒരാളുടെ കടയിൽ ചെന്നിട്ട് അവരുടെ മതവും അവരുടെ രാഷ്ട്രീയവും നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ അവരെങ്ങനെ വാങ്ങിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ, എന്റെ അമ്മ കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. എന്റെ അച്ഛൻ ഇപ്പോഴും RSP പാർട്ടി അനുഭാവിയാണ്. എന്റെ അച്ഛൻ ഭയങ്കര RSPക്കാരനാണ്. ഞാൻ മാത്രമാണ് BJP അനുഭാവി ആയിട്ടുള്ളത്. വളരെ ചെറുപ്പം നാള് തൊട്ട് ഞാൻ കേട്ടിരിക്കുന്ന കഥകള്, എന്റെ ആദർശങ്ങള്, ഇതൊക്കെ ഞാൻ ഒരുപാട് വായിക്കും. ചെറുപ്പം തൊട്ടേ ഒരുപാട് വായിക്കും. അപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ തന്നെ 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലും 2 പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. സോ ഇതിൽ രണ്ടിനെയും കമ്പയർ ചെയ്ത് ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് എന്റെ വ്യക്തമായ രാഷ്ട്രീയം ഞാൻ തുറന്നു പറയാൻ പഠിച്ചത്. ഞാൻ ഇതിൽ നിന്നും എനിക്കിത് രണ്ടിനോടും താല്പര്യമില്ല. എനിക്ക് വ്യക്തമായിട്ട് ഞാനൊരു BJP അനുഭാവിയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ വളരെ ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ എന്റെ അച്ഛൻ ഒരിക്കലും എന്നോട് അച്ഛൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വോട്ട് ചെയ്യണമെന്നോ അച്ഛൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കണമെന്നോ അച്ഛൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മ വളരെ കമ്മ്യൂണിസ്റ്റ് തീവ്ര ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഇതിന്റെ പഴയകാല EMS നമ്പൂതിരിപ്പാടിന്റെ ഒക്കെ കാലം തൊട്ടുള്ള ആ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ അമ്മ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു.
അപ്പോ അതൊക്കെ. പക്ഷെ എന്റെ അമ്മ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും എന്റെ അമ്മ പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ എന്റെ അച്ഛൻ ഒരു RSP കാരനാണ്. അച്ഛൻ എന്നോട് അച്ഛന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ അച്ഛന്റെ പാർട്ടിയുടെ കൂടെ നിൽക്കണമെന്നോ പറഞ്ഞിട്ടില്ല. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്, എനിക്ക് വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ എന്റെ വീട്ടിൽ നിന്ന് എതിർപ്പുകളൊന്നുമില്ല. അതെന്റെ ഇഷ്ടമാണ് അല്ലേ. ഞാൻ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് പറയും. അതുപോലെ തന്നെ അപ്പൊ ഈ ചേട്ടന്മാരിങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. നമ്മുടെ നാട് ഇത്രത്തോളം മാറിപ്പോയോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിലൊക്കെ ജോലി വിഭജനം, വീട്ടില് ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ ആരെങ്കിലും കൊടുക്കണമെങ്കിൽ അവന്റെ ജാതി ഏതാ, അവന്റെ മതം ഏതാ, അവന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് അധപ്പതിച്ചിരിക്കുന്നല്ലേ. സ്കൂളുകളിൽ പോലും കുട്ടികള് കൂട്ടുകൂടുന്ന സമയത്ത് ഇന്ന മതമാണ്, ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, അവരോട് കൂട്ടുകൂടരുതെന്നൊക്കെ പറയുന്ന അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടല്ലേ. വളരെ കഷ്ടമാണ് കേട്ടോ. നമുക്കും കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുക സഹജീവി സ്നേഹം, ദയ, ആർദ്രത, കരുണ, ഇതൊക്കെയുള്ള നല്ല മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല മക്കളായിട്ട് വളർന്നു വരാൻ പറയുക. എല്ലാവരെയും ചേർത്ത് പിടിക്കുക. പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും, സംസ്കാരം ഓരോ മതസ്ഥർക്കും അവനവൻ വിശ്വസിക്കുന്ന മതത്തിന്റെ സംസ്കാരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നല്ലതായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. അത് എന്താ പറയാ, മറ്റൊരു വ്യക്തിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാവരുത് നമ്മുടെ സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോ എനിക്കും ഒക്കെ ഒരു മകള് വളർന്നു വരുന്നുണ്ട്. എന്റെ മകളോടൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും. എല്ലാ മതസ്ഥരും ഒന്നാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുക, സഹജീവി സ്നേഹം വേണമെന്ന് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടികളിൽ പോലും മതവും രാഷ്ട്രീയ ഭിന്നതയും ഒന്നും വളർത്താണ്ടിരിക്കുക. കുട്ടികളായിട്ട് വളരട്ടെ കേട്ടോ. അതൊന്നും നമ്മുടെ വീട്ടിലൊന്നും ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക. അവര് തരുന്ന ഭക്ഷണം കഴിക്കരുത്, ഇവര് തരുന്ന ഭക്ഷണം കഴിക്കരുതെന്നൊന്നും പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക. കുട്ടികളായിട്ട് വളരട്ടെ. നമ്മുടെ നാട്ടില് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജാതിയോ മതമോ ഒക്കെ നോക്കിയിട്ടായിരുന്നോ നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുന്നേ. എല്ലാവരും ഒരുമിച്ച് വരുന്നു, നിനക്കെന്താടി ഇന്ന് കറി, നിനക്കെന്താടാ കറി, ഒരുമിച്ച് വരുന്നു, എല്ലാരും കൂടെ ഒരു പാത്രത്തിൽ കൈയിട്ട് വാരി കഴിക്കുന്നു. അതിന്റെ സ്വാദൊന്നും വേറെയാണ്. വലുതായപ്പോഴത്തേനും എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വരട്ടെ, വലുതാകുമ്പോഴതെല്ലാം വരട്ടെ. പക്ഷെ അതിന്റെ ഇടയിൽ ഈ എന്താ പറയാ തീവ്രമായ ചിന്താഗതികൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എല്ലാവരും സന്തോഷത്തോടെ വളരട്ടെ. പിന്നെ നാട്ടിലിരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ഇതുപോലെയുള്ള ഭിന്നതകൾ കാണിച്ച് ഒരു വീടിന്റെ അടുപ്പ് പുകയാതിരിക്കുന്ന വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനം വളർന്നിട്ടുണ്ട് എങ്കിൽ അത് ആരുടെ കുഴപ്പമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഒരുവന്റെ അന്നം മുടക്കിയിട്ട് വേണം നമുക്ക് നന്നായിട്ട് ജീവിക്കാനെന്ന് ചിന്തിക്കുന്നതിനോട് മഹാഭാവം മറ്റൊന്നുമില്ല കേട്ടോ. എല്ലാവരെയും ചേർത്ത് നിർത്താൻ പറ്റിയതാണ് ഏറ്റവും വലിയ കാര്യം. നമസ്തേ.